ഹലോ. അപ്പോൾ ഇന്ന് ഒരു പ്രധാന ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് അല്ലെങ്കിൽ ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്? ഇതിലേതാണ് ശരി? കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം അത് കുറച്ചൊരു കൺഫ്യൂഷനുള്ള ഒരു പാർട്ടാണല്ലേ. ഇതെൻ്റെ കോഴ്സിൽ ഒരാൾ ചോദിച്ചതാണ്. എൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് എടുക്കാം. വളരെ നല്ല രീതിയിൽ ആ ബേസിക്സ് ഒക്കെ ക്ലിയർ ആയിട്ട് ഒറ്റൊരു കോഴ്സ് എടുത്ത് കാര്യങ്ങളെല്ലാം ശരിയാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് എടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. ഏതാണ് ശരി എന്താ നിങ്ങൾക്ക് തോന്നണേ? ഇതിൻ്റെ ഉത്തരം ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് ആണ്. എസ് എന്ന് പറയാൻ പാടില്ല അവിടെ. എന്നാൽ ഇതോ, ഇസ് ഷീ ലേറ്റ്, ഹാസ് ഷീ ലേറ്റ്? അത് ഇസ് ഷീ ലേറ്റ് ആണ്. ഇതോ, ഇസ് ഇറ്റ് ഓപ്പൺ, ഹാസ് ഇറ്റ് ഓപ്പൺ? ഇസ് ഇറ്റ് ഓപ്പൺ. അപ്പോൾ അതെങ്ങനെ നമ്മൾ അറിയണേ ഇസ് ആണോ ഹാസ് ആണോ എന്ന്? അത് എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. സിമ്പിളാണ് കേട്ടോ. നമ്മളത് ഇത്തിരി ഇങ്ങനെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് എടുക്കേണ്ടത്. ആദ്യം തന്നെ ഇത് ഏത് ടെൻസാ? ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. മഴ പെയ്യുന്നത് നിന്നോ? എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അങ്ങനെ ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്, മഴ പെയ്യുന്നത് നിന്നോ? അപ്പോൾ എന്ത് നിന്നോ എന്ന് ചോദിക്കണേ? പെയ്യുന്നത്. നമ്മൾ പൊതുവെ മഴ നിന്നോ, മഴ തുടങ്ങിയോ എന്ന് ചോദിക്കും. പക്ഷെ മഴ എന്ന് പറയുന്നത് ഒരു സാധനമല്ല, ആ പെയ്യുന്നതാണ് നിന്നതോ അല്ലെങ്കിൽ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ. അതാണ് അവിടുത്തെ കാതരമായ കാര്യം, കോർ ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രവൃത്തിയുടെ അവസ്ഥ പറയുമ്പോൾ നമ്മൾ അല്ലേ, ഇന്നൊരു കാര്യം ചെയ്യുന്നതിൻ്റെ അവസ്ഥ പറയുമ്പോൾ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? ദ റെയിൻ ഹാസ് സ്റ്റോപ്ഡ്. മഴ പെയ്യുന്നത് നിന്നു. ഹാസ് ദ റെയിൻ സ്റ്റോപ്ഡ്? മഴ പെയ്യുന്നത് നിന്നോ? അവിടെ അങ്ങനെ പറയുമ്പോൾ ഇസ് ദ റെയിൻ സ്റ്റോപ്ഡ് എന്ന് പറയാൻ ആലോചിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ സെൻറ്റൻസുകളുണ്ട് അല്ലേ, ഇസ് ഷീ ലേറ്റ്. അപ്പോൾ അങ്ങനെയല്ലേ ഇത് സെൻറ്റൻസ്, അങ്ങനെ തോന്നും. പക്ഷെ മഴ എന്ന് പറയുന്നത് എന്താ? വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതാണ് മഴ. ആ പ്രവൃത്തി നിന്നോ എന്നാണ് ചോദിക്കണേ. അതുകൊണ്ടാണ് ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ്. അതിപ്പോൾ വല്ലൊരു യന്ത്രം, ചില യന്ത്രങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് നിന്നോ? നിൽക്കേണ്ടതാണ്. ഇനി ഇന്ധനമൊന്നുമില്ല, അപ്പോൾ അത് നിൽക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് നേരം ചിലപ്പോൾ ഇങ്ങനെ കറങ്ങും, അത് കഴിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുക നിന്നോ, അത് ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ്? അങ്ങനെ ചോദിക്കാം. ആ പ്രവർത്തനം നിന്നോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ യന്ത്രത്തിന് നിൽക്കുകയിരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ലല്ലോ. ഓക്കെ, അതാണ് ഇതിലത്തെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് എസ് വരുമ്പോൾ ഒരു പ്രവർത്തനം നിന്നോ എന്ന് ചോദിക്കാത്തത്. നമ്മൾ എസ് ഉപയോഗിക്കുന്നത് ഒരാളുടെയോ വസ്തുവിൻ്റെ അവസ്ഥയാണ് പറയാം. ലേറ്റ് ആവുക, ഒരു ട്രെയിൻ വരാനുണ്ട്, അത് ലേറ്റാണ്. അപ്പം ദ ട്രെയിൻ ഇസ് ലേറ്റ്. ട്രെയിൻ ലേറ്റ് ആണോ? ഇസ് ദ ട്രെയിൻ ലേറ്റ്? അവിടെ എന്താ ഹാസ് എന്ന് വരാതിരുന്നത്? ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ട് വരികയല്ലേ. ഓടുന്നത് ലേറ്റ് ആണോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. അവിടെ ചോദിക്കുന്നത് ട്രെയിനിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇടുക. നമ്മൾ ട്രെയിനിന് ലേറ്റ് ട്രെയിൻ, ഏർലി ട്രെയിൻ എന്നൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഈ ട്രെയിൻ ലേറ്റ് ട്രെയിൻ ആണ് അങ്ങനെ പറയില്ല നമ്മൾ. ചില ആൾക്കാരെ ലേറ്റ് ട്രെയിൻ, അല്ലെങ്കിൽ ചില ട്രെയിൻസിന് ലേറ്റ് ട്രെയിൻ. ഒരു കുട്ടീനെ ഹംഗ്രി ബോയ്, വിശപ്പുള്ളൊരു കുട്ടി, ഹംഗ്രി ബോയ്. ഹാപ്പി ഗേൾ, അങ്ങനെയൊക്കെ പറയില്ല. ഒരാൾക്കാരെ നമ്മൾ വിശേഷിപ്പിക്കില്ലേ, അങ്ങനെ വിശേഷണം വരുമ്പോഴാണ് നമ്മൾ എസ് ഉപയോഗിക്കണേ. അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആർ ഉപയോഗിക്കണേ. ആർ ദേ ഹാപ്പി, ഇസ് ഷീ ഹാപ്പി അല്ലേ. ഒരു പൂച്ചയോ പട്ടിയുണ്ട്, അതിന് വിശക്കുണ്ടോ? ഇസ് ഇറ്റ് ഹംഗ്രി? ആ വിശപ്പുള്ള അവസ്ഥ, ഹംഗ്രി ഡോഗ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി, ആ സാധനത്തെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് വെച്ചിട്ടോ ആർ വെച്ചിട്ടോ തുടങ്ങാം. എസ് ആ സാധനം ആ അവസ്ഥയിലാണോ, അങ്ങനെ ചോദിക്കാം. ഇവിടെ എന്താ പ്രശ്നം? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നിന്നോന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്? ആ അവസ്ഥ, ആ എന്തിൻ്റെ അവസ്ഥ? ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വരുന്നതിൻ്റെ അവസ്ഥ ആണ് ചോദിക്കുന്നത്. ഒരു സാധനത്തിൻ്റെ അവസ്ഥയല്ലത്. മനസ്സിലായോ?
ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റോപ്പ് ചെയ്തോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഹാസ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്? മഴ പെയ്യുന്നത് തുടങ്ങിയോ? പെയ്യുന്നതാണ് തുടങ്ങിയത് ചോദിക്കുന്നത്. മഴ തുടങ്ങിയോ നമ്മളങ്ങനെ വെറുതെ ചോദിക്കുന്നതാണ്. ശരിക്കും ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. നമ്മൾ പെയ്യുന്നത് തുടങ്ങിയോ, പെയ്യുന്നത് നമ്മൾ പറയണത് അങ്ങനെ ചോദിക്കാം, പക്ഷെ അതിൽ അർത്ഥം വരുന്നത് ആ പ്രവൃത്തിയെ കുറിച്ചാണ്, അല്ലാതെ ആ മഴ എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ചല്ല. ഇനി എസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ടൈപ്പ് സെൻറ്റൻസിലൂടെ നമ്മൾ എസ് ഉപയോഗിക്കും പ്രവൃത്തിക്ക്. അതേതാ? കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ. അവൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണോ? എങ്ങനെ പറയാം? വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെ പറയും? ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പോൾ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ആദ്യം വരും. ഇസ് ഷീ റീഡിങ് എ ബുക്ക്? മനസ്സിലായോ? ആകെയുള്ളത് നമ്മൾ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ആർ യു ടീച്ചിങ് ഇംഗ്ലീഷ്? നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ യു ടീച്ചിങ് ഇംഗ്ലീഷ്? അല്ലെങ്കിൽ ആർ യു സ്പീക്കിംഗ്? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ശരിക്കും നമ്മൾ അവിടെ വെച്ച് നിൽക്കില്ല. ആർ യു സ്പീക്കിംഗ് നൗ? നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ആർ യു സ്പീക്കിംഗ് ടു സമ്മൺ? നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ. അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഈസ് ഹി റണ്ണിങ് നൗ? ഇപ്പോൾ ഈസ് ഹി റൈഡിങ് ഹിസ് ബൈക്ക് നൗ? അവൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ? മനസ്സിലായോ? അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ഇന്നൊരു പ്രവൃത്തി ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ എസ് ഓ ആറോ വെച്ചിട്ട് ആളുടെ സബ്ജക്റ്റിൻ്റെ പേര് എന്ന് വെച്ചാൽ ഹിയോ ഷീയോ പേരോ എന്നൊക്കെ കൊടുത്തിട്ട് അതിനപ്പുറത്ത് വേർബ് കഴിഞ്ഞിട്ട് ING ഫോം ഉപയോഗിക്കും. അതൊരു കേസ്. അതാണ് നമ്മൾ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടിന്യൂസ് പ്രവൃത്തിക്ക് ഉള്ള ക്വസ്റ്റ്യൻസ്. അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇസ് ഷീ സ്മൈലിംഗ്? അവൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? അതൊക്കെ ചോദിക്കുന്ന സെൻറ്റൻസുകൾ. അത് ക്ലിയറായി. അങ്ങനെയാണെങ്കിൽ ഹാസും ഇനി എസ്സും വരുന്ന വേറെ 2 കേസ്. എസ് വരുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവോ സാധനമോ അല്ലെങ്കിൽ ഒരു ആളോ അയാളുടെ അവസ്ഥ നിങ്ങൾ അയാളെ ഡിസ്ക്രൈബ് ചെയ്യില്ലേ? ഹാപ്പി ചൈൽഡ്, സന്തോഷമുള്ള ഒരു കുട്ടി. ഗ്ലൂമി വെതർ, ഭയങ്കര ഇങ്ങനെ ശോകമായിട്ടുള്ള കാലാവസ്ഥ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ എസ് വെച്ച് തുടങ്ങാം. ഇസ് ദ വെതർ ഗ്ലൂമി? ഗ്ലൂമി ആണോ വെതർ? ഇസ് ഷീ ഹംഗ്രി? ഹംഗ്രി ചൈൽഡ്, വിശപ്പുള്ളൊരു കുട്ടി. ആ കുട്ടിയുടെ അവസ്ഥ എന്താ? വിശന്നിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇസ് ഷീ ഹംഗ്രി? ഈസ് ദ കിഡ് ഹംഗ്രി? അങ്ങനെ ചോദിക്കും. മനസ്സിലായോ? ഒരാളുടെ അവസ്ഥ അയാളെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ എസ് വെച്ച് നമുക്ക് തുടങ്ങാം. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ആറാണ്. ആർ ദേ ഹംഗ്രി? അത് ഞാനിപ്പോൾ പറയുന്നില്ല. എസ്സും ഹാസും തമ്മിലുള്ള വ്യത്യാസമാണ് പൊതുവെ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ വരാറ്. ഇനി നമുക്ക് അവിടെ ഹാസ് എന്താ വരാത്തതെന്ന്, ഹാസ് ഷീ ഹംഗ്രി എന്നൊന്നും ചോദിക്കില്ല. എപ്പോഴും ഒരാളുടെ അവസ്ഥയുടെ കൂടെ എസ് ആണ് വരിക അല്ലേ? അയാളൊരു ഇന്ത്യക്കാരനാണ്. ഹീ ഈസ് എൻ ഇന്ത്യൻ. എസ് ഹി എൻ ഇന്ത്യൻ? അയാളൊരു ഇന്ത്യക്കാരനാണോ? അവസ്ഥ എന്ന് പറയുമ്പം ഐഡൻറ്റിറ്റിയും കൂടെ ആ വകുപ്പ് ഇങ്ങനെ കൂട്ടിക്കോട്ടോ. അല്ലെങ്കിൽ പ്രൊഫഷൻ, അതൊക്കെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ പറയാം. ഇതൊക്കെ ഹംഗ്രി ചൈൽഡ് അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി, ഇന്ത്യൻ, നേപ്പാളി എന്നൊക്കെ പറയുന്നതൊക്കെ ഐഡൻറ്റിറ്റി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എസ് ഷീ എസ് ഹി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അതിൽ ഐഡൻറ്റിറ്റി പ്രൊഫഷനൊന്നും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? ഹാസ് ഷീ എ ടീച്ചർ എന്നൊന്നും ആരും ചോദിക്കില്ല. എസ് ഷീ എ ടീച്ചർ എന്നേ ചോദിക്കുള്ളൂ. പ്രശ്നം വരിക സ്റ്റോപ്പ് റെയിനിങ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് സംതിങ് എന്നൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം ശരിക്കും സൂക്ഷിച്ച് വയ്ക്കുക, സൂക്ഷിച്ച് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ എത്തിച്ചേരുക, തുടങ്ങുക, നിൽക്കുക, എത്തിച്ചേരുക, പുറപ്പെടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇതൊക്കെ വരുമ്പം ഹാസ് ആണ് വരിക. കാരണം ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയണേ. ട്രെയിൻ പുറപ്പെട്ടോ? ഹാസ് ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ഫ്രം ദ സ്റ്റേഷൻ? ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയോ? ഹാസ് ദ ട്രെയിൻ അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ? അല്ലെങ്കിൽ റീച്ച്ഡ് ദ സ്റ്റേഷൻ? ഒരു സാധനം, നമ്മൾ യന്ത്രം അത് വർക്ക് ചെയ്യുന്നത് നിന്നോ? ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്? അങ്ങനെ ചോദിക്കാം. വർക്കിംഗ് അല്ലെങ്കിൽ ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് തന്നെ ചോദിച്ചാലും അതാണ് അർത്ഥം. ക്ലിയർ ആയോ? അപ്പോൾ ഫുൾ ക്ലിയർ ആയെങ്കിൽ ചോദ്യമുണ്ട്. അതിൻ്റെ നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. അവളുടെ ഹോം വർക്ക് ഫിനിഷ് ചെയ്തോ? എങ്ങനെ ചോദിക്കും? എസ് ആണോ ഹാസ് ആണോ? ഹോം വർക്ക് ചെയ്യുന്നത് തീർത്തോ എന്നല്ലേ ചോദിക്കണേ അല്ലേ? അപ്പോൾ
തുടങ്ങുക, നിൽക്കുക, എത്തിച്ചേരുക, പുറപ്പെടുക, ഇങ്ങനത്തെ ഒക്കെ എന്താ ഞാൻ പറഞ്ഞേ? അപ്പോൾ ഡാഷ് ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. എസ് ആണോ ഹാസ് ആണോ? അടുത്തത്, അവളിപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഡാഷ് ഷീ ഡൂയിങ് ഹെർ ഹോംവർക്ക്. അവളിപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഡാഷ് ഷീ ഡൂയിങ് ഹെർ ഹോംവർക്ക്. എന്താ വരിക? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഞാൻ ആദ്യം പറഞ്ഞാണ്. അടുത്തത്, ട്രെയിൻ എത്തിയോ? ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ്. ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ്. എസ് ആണോ ഹാസ് ആണോ? ഇനി ഇതിൽ ഒരു ചെറിയ ഡിഫറൻസ്, ഒരു എക്സെപ്ഷൻ പോലെ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് ഗോൺ. ഇസ് ഹി ഗോൺ? ഹാസ് ഹി ഗോൺ? ഇസ് ഇറ്റ് ഡൺ? ഹാസ് ഹി ഡൺ ഇറ്റ്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം സ്പെസിഫിക് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഹാസ് ഹി ഗോൺ ടു ദ മാർക്കറ്റ് എന്ന് വെച്ചാൽ അവൻ മാർക്കറ്റിലേക്ക് പോയോ? ഹാസ് ഹി ഗോൺ ടു ദ മാർക്കറ്റ്. ഇപ്പം അയാൾ മാർക്കറ്റിലാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ വീട്ടിൽ അയാളെ കാണാൻ വേണ്ടി വന്നപ്പം അയാളുടെ അമ്മ പറഞ്ഞു ഇവിടെ ഇല്ല കേട്ടോ, മാർക്കറ്റിൽ പോയിക്കാം. ഓ, ഹാസ് ഹി ഗോൺ ടു ദ മാർക്കറ്റ്, അതാണ് അർത്ഥം. ഇനി ഹീസ് ഗോൺ എന്ന് വെച്ചാൽ അവൻ ഇപ്പോൾ ഇല്ല, ഇവിടെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് പോയി എന്നാവാം, അല്ലെങ്കിൽ നമുക്കിനി ഒരു പിടിയിട്ടാത്ത രീതിയിൽ അവൻ പോയി കഴിഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയിലാവാം. ഹീസ് ഗോൺ, ഇനി ആർക്കും അവനെ കണ്ടെത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ. പൊതുവേ ഇസ് ഹി ഗോൺ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയോ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ ഗോണിൻ്റെ കാര്യം, ഇല്ലാണ്ടാവുക, അതാണ് ഗോൺ. അപ്പം ഹാസ് ഹി ഗോൺ എന്ന് വെച്ചാൽ അതല്ല അർത്ഥം, മാർക്കറ്റിൽ പോയിരിക്കുകയാണോ. അപ്പം ഹാസ് ഹി ഗോൺ എന്നും അങ്ങനെ ചോദിച്ച് നിൽക്കില്ല. ഹാസ് ഹി ഗോൺ ടു എന്ന ഒരു സ്ഥലം, ഹാസ് ഹി ഗോൺ ടു ദ തിയേറ്ററിലേക്ക് പോയിരിക്കുകയാണോ, അങ്ങനെ ആ രീതിയിലാണ് വരിക. പക്ഷേ ഇസ് ഹി ഗോൺ എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊന്നും വരില്ല. ഇസ് ഹി ഗോൺ ടു ദ മാർക്കറ്റ് എന്ന് പറയില്ല, ഹാസ് ഹി ഗോൺ ടു ദ മാർക്കറ്റാണ് വരിക. കാരണം ആ പോകുന്ന പ്രവൃത്തി അവിടെയാണോ ഇപ്പോൾ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ ഹീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. ഹാസ് ഹി ഗോൺ ടു ദ മാർക്കറ്റ് എന്ന് ചോദ്യം. എന്നാൽ ഹീസ് ഗോൺ എന്ന് പറഞ്ഞാൽ അയാൾ പോയി, നമുക്ക് അയാളെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഓക്കെ, ഇനി ഈസ് ഇറ്റ് ഡൺ അങ്ങനെ ചോദിക്കും. എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് തീർത്തോ? ആ പ്രവൃത്തിയുടെ ഇപ്പോൾ പ്രവൃത്തി തുടങ്ങി നിർത്തുക അങ്ങനെയൊന്നും ആലോചിക്കണം. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇസ് ഇറ്റ് ഡൺ, കഴിഞ്ഞോ, തീർത്തോ, ഇസ് ഇറ്റ് ഡൺ അങ്ങനെ ചോദിക്കും. എന്നാൽ ഹാസ് വെച്ച് ചോദിക്കും, എങ്ങനെയാണ് ഡൺ വരിക? ഹാസ് ഹി ഡൺ ദ ഹോംവർക്ക്, അവൻ ആ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഹാസ് വരും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഹീസ് ഗോൺ, ഇറ്റ് ഇസ് ഡൺ. ഇറ്റ് എന്ന് വെച്ചാൽ പ്രവൃത്തി, എന്തെങ്കിലും ഇപ്പോൾ പാചകം ചെയ്യാൻ പറഞ്ഞു, കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു, റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു, ഇറ്റ്സ് ഡൺ എന്ന് പറഞ്ഞാൽ തീർത്തു അത്. അപ്പോൾ അത് രണ്ടും ഓർത്ത് വയ്ക്കാം. നിങ്ങൾ എൻ്റെ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് കോമൻറ്റിൽ ഇടുക, നോക്കട്ടെ എല്ലാവർക്കും മനസ്സിലായെന്ന്. ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമൻറ്റിൽ ഇടുക. നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ ഇങ്ങനത്തെ ചെറിയ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതും കോമൻറ്റിൽ ഇടുക. കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കുക. ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും പറയുന്ന ഒരു കോഴ്സല്ല, എടുത്ത ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ. ഇവരൊക്കെ ഈ അടുത്ത് കോഴ്സ് എടുത്ത ഒരാളാണ്, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ആളുടെ അനുഭവം അതിൽ പറഞ്ഞ് ഞാനിവിടെ കൊടുക്കുകയാണ്. കോഴ്സിൽ പറഞ്ഞു തന്നെ, കോഴ്സിൽ ചെറിയ ചെറിയ വീഡിയോസാണ്, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്വിസസ്. ഒരു ചെറിയ വീഡിയോ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാൽ നോക്കാം ക്വിസ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് സെക്ഷൻ കഴിഞ്ഞാൽ കുറേ ക്വിസ്, നമുക്ക് നന്നായിട്ട് കാര്യം മനസ്സിലായെന്നറിയാൻ. അത് കഴിഞ്ഞാൽ അതിൽ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോറം ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ChatGPTയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ലിസ്ണിങ്ങും സ്പീക്കിങ്ങും പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടികളുണ്ട്. അങ്ങനെ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു സംഭവം വേണ്ടി വരില്ല ഇംഗ്ലീഷ് നന്നാക്കാൻ, അത് ഗ്യാരണ്ടി. ഓക്കെ, അങ്ങനെ ഞാൻ ഗ്യാരണ്ടി പറയണമെങ്കിൽ അതിൽ സംഭവം ഉണ്ടാവുമെന്ന് എന്നെ ഇത്രയും കാലം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. ഞാൻ വെറുതെ ഇത് ഏകദേശം നിങ്ങളെ റെഡിയാക്കും എന്നുള്ള സംഭവമല്ല, സോളിഡ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മലയാളം മീഡിയം എടുത്തു അല്ലെങ്കിൽ വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നൊരു ചോദ്യമാണ്, ഇനി നാളെ എനിക്ക് പരീക്ഷയാണ്, എനിക്കൊന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് എനിക്ക് ഒട്ടും അറിയില്ല. അവർ വരരുത്, ദയവ് ചെയ്ത് അവർ വരരുത്. അങ്ങനത്തെ കുട്ടികൾക്ക് ഈ എക്സാം ഉണ്ടാവുമെന്ന് തലേദിവസമല്ലല്ലോ അറിയണം. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് പറഞ്ഞല്ലേ എക്സാം ഉണ്ടാവുമെന്ന്. ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല, പക്ഷേ ഇനി ഒരു ബോധം വയ്ക്കാൻ സമയമായി കേട്ടോ. സ്കൂളിൽ നന്നായി പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് പഠിക്കാനുള്ള വഴികൾ യൂട്യൂബിൽ എത്ര വീഡിയോ ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക.
അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങണം. അവസാന നിമിഷം നമ്മളിത് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. കുറേ പേരുടെ ജോലിയുടെ ഇൻ്റർവ്യൂ 2 ആഴ്ചയ്ക്ക് ആവേണ്ട എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഇവരൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആദ്യം റെഡിയാക്കുക. അവസാനം പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് റെഡിയാക്കാൻ പറ്റില്ല. ഈ കോഴ്സ് എടുത്തിട്ട് ഒരു 2-3 മാസം കൊണ്ട് കോഴ്സ് തീർക്കാം. നിങ്ങൾക്ക് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പ്രാക്ടീസ് ചെയ്യാം, സ്പീക്കിങ്ങും ലിസണിങ്ങും ഒക്കെ. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലിയർ ആവും. ഇവർ എന്തിനാണ് നിങ്ങളത് വൈകിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം ഇംഗ്ലീഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ തുടങ്ങുക. ആ ആവശ്യം വരുന്നതിന് തലേ ദിവസം തുടങ്ങാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത്തിരി ഹാർഷായി തോന്നും, പക്ഷേ അത് എപ്പോഴേലും നിങ്ങൾക്ക് ഉപകരിക്കും. ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഇംഗ്ലീഷ് നന്നായി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉപകരിക്കും. അപ്പോൾ ഇന്ന് കുറച്ചധികം സീരിയസ് ആയി പോയില്ലേ. ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. കുറേ പേരുണ്ടാവും ഇങ്ങനെ ജോലിയൊക്കെ ക്ലാസ്സൊക്കെ എക്സാമൊക്കെ ഉള്ളത്, എന്നിട്ട് അവസാന നിമിഷം വന്നിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇപ്പോൾ പൊട്ടുവേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. എന്തിനാ അവസാന നിമിഷം ഇരിക്കരുത്. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാം വരാൻ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുക. ആ നിമിഷം നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുക. അപ്പോഴേ എനിക്കൊരു മോട്ടിവേഷൻ വേണം നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ. ഓക്കെ, അപ്പോൾ അന്ന് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.